ആലത്തൂർ ദേശീയപാത 544-ൽ സോതി ജംഗ്ഷനും കുമ്പളക്കോടിനും ഇടയിൽ റോഡ് ഇടിഞ്ഞ ഭാഗത്ത് മണ്ണിടിച്ചിൽ. റോഡ് ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തിനോട് ചേർന്ന് സുരക്ഷയ്ക്കായി അടുക്കി വെച്ചിരുന്ന മണൽ ചാക്കുകളാണ് നിലം പതിച്ചത്. പാതയുടെ അരുകുഭാഗവും അടർന്നു വീഴുന്നുണ്ട്. മണ്ണിടിച്ചിലിന് പരിഹാരം കാണണമെന്ന് ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പാലക്കാട് തൃശൂർ ദിശയിലെ ട്രാക്കിലാണ് കഴിഞ്ഞ ദിവസം ടാറിളകി റോഡിൽ ഗർത്തം രൂപപ്പെട്ടത്. ആദ്യത്തെ അഴുക്കുചാലിനു വേണ്ടിയുള്ള കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ വിടവിലേക്ക് മണ്ണിടിഞ്ഞാണ് പാലക്കാട് തൃശൂർ പാതയിൽ വിള്ളലുണ്ടായതെന്ന് പറയുന്നു. പാത പുനർനിർമ്മിക്കുന്നതിന് മുന്നോടിയായി അഴുക്കുചാലിന്റെ നിർമ്മാണം നടത്തിയതിനു ശേഷം മാത്രമേ ഗതാഗതം പുനരാരംഭിക്കൂ. മഴ ശക്തമായതോടെയാണ് മണൽചാക്കുകൾ ഇടിഞ്ഞു വീണത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥയാണ് ഇതെന്നും ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരുമെന്നും ആലത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. KPCC അംഗം വി സുദർശനൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV കണ്ണൻ, മണ്ഡലം പ്രസിഡന്റ് A ഹാരിസ്, ഷാഹിദ് ആലത്തൂർ, തൻസില പുതിയംഗം, C ജയപ്രകാശ്, A ജാഫർ, കൃഷ്ണൻകുട്ടി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സർവീസ് റോഡ് പണിയുമ്പോൾ അടിയിൽ പണിത പാലം കൃത്യമായിട്ട് ചുവടും മുകളുമായിട്ട് പണിതതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ചെയ്തതിൻ്റെ തെറ്റുകൾ കൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അത് വളരെ ഗൗരവകരമായ ഒരു രീതിയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ 2-3 ദിവസം കൂടി ഇതുപോലെ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലേക്കാണ് എല്ലാ മേഖലകളും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആരായാലും ഇത് പണിത അധികൃതർ അടിയന്തിരമായി ഇത് എത്രയും പെട്ടെന്നുള്ള നടപടി എടുത്തില്ലെങ്കിൽ വലിയൊരു അപകട മേഖലയായി ഈ മേഖല മാറുമെന്നുള്ളതിൽ തർക്കമില്ല. ഈ കഴിഞ്ഞ സർവീസ് റോഡ് പണിയുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അന്ന് ചെയ്ത അപാകതകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് അടിയന്തരമായി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ മേലധികാരികൾ കണ്ടുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് വേണ്ട രീതിയിൽ നടപടികൾ എടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് വേളയിൽ പറയാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.